രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് ക്രമക്കേടുണ്ടായി. അതേസമയം പാർട്ടി പ്രവർത്തകർ ആശങ്കപ്പെടേണ്ടെന്നും കോൺഗ്രസ് പാർട്ടി പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പാസാക്കിയ പ്രമേയത്തിൽ വ്യക്തമാക്കി. പാർട്ടിയുടെ ഉണർവിനായി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടിവരുമെന്ന് പ്രവർത്തക സമിതി യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ബ്ലോക്ക് തലം മുതൽ AICC തലം വരെ മാറ്റം കൊണ്ടുവരുമെന്നും ഖാർഗെ അറിയിച്ചു. പാർട്ടിയിൽ പുനഃസംഘടന അനിവാര്യമാണെന്ന് KC വേണുഗോപാലും അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതികളെല്ലാം ചർച്ച ചെയ്തു. 4 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തി. ആ ഒരു വിലയിരുത്തലോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഫലങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ഗുരുതരമായ പാകപ്പിഴകൾ ഒരു ഘടകം തന്നെയാണ് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നു എന്നുള്ളത് തന്നെ. ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഈ 2 സ്റ്റേറ്റുകളിൽ മാത്രമല്ല സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ദുർബലത എവിടെയെങ്കിലും ഉണ്ടോ അവിടെയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഫേർട്ടും ഉണ്ടാവും. 2025 അതിൻ്റെ ഒരു വർഷമായിട്ട് ഞങ്ങൾ മാറ്റും. ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ഡോക്ടർ സിസ തോമസിന്റെ നിയമനത്തിന് ഹൈക്കോടതി സ്റ്റേ ഇല്ല. സർക്കാരിന്റെ ഹർജിയിൽ ഗവർണർക്കും സിസ തോമസിനും നോട്ടീസ് അയച്ചു. അതേസമയം ഗവർണർക്കെതിരെ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. ഗവർണർ നടത്തുന്നത് എല്ലാ വിധികളോടുമുള്ള വെല്ലുവിളിയാണെന്ന് MV ഗോവിന്ദൻ. ഹൈക്കോടതി വിധിയെയും എല്ലാ വിധിയെയും വെല്ലുവിളിച്ചുകൊണ്ട് ചാൻസലർ കൂടിയായി ഗവർണർ നിയമനം നടത്തുന്നു. സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ താറുമാറാക്കുന്ന പ്രവർത്തനമാണ് ഗവർണറുടേതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് കോടതി വ്യവഹാരം സൃഷ്ടിച്ചു.